അഴകത്തമ്മ തന്ന വാക്ക് വിശ്വസിച്ച് വന്നവളാ ഞാൻ. അഴകത്തമ്മ പറയാതെ ഞാൻ പോവില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ. വാ, എനിക്ക് വരാനല്ലേ പറഞ്ഞത്? അനന്തോ, എന്താടാ നീ കാണിച്ചത്? ആരെയാ നീ പിടിച്ചു വലിച്ച് ഗേറ്റിന് പുറത്ത് കളയാൻ നോക്കിയത്? അങ്ങനെ നിനക്കും നിന്റെ ഏട്ടനും കൂടി നിസാരമായി ഒഴിവാക്കി വിടാൻ പറ്റുന്ന ബന്ധമല്ല ഇവർ കഴകത്ത് വീടുമായിട്ടുള്ളത്. അവരെ വിടാൻ. അനന്തുവിന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവന്റെ പക്വതയില്ലായ്മ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നീയോ അരവിന്ദ, എന്നു മുതലാടാ നീ അല്ലാതായത്? ഭാര്യമാരുടെ താളത്തിന് തുള്ളി നിങ്ങൾ നടത്തുന്ന സ്വന്തം വ്യക്തിത്വത്തിന് ചേരാത്ത പ്രവൃത്തികൾ. നിങ്ങൾക്ക് രണ്ടാൾക്കും യാതൊരു ലജ്ജയും തോന്നുന്നില്ലേ? എന്റെ മക്കൾ ലീലാമ്മയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ലീലാമ്മ ഇവരെ ശപിക്കരുത്. എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? വേദനിപ്പിക്കാൻ വേണ്ടി ഇവരെന്നോട് പറയുന്ന വാക്കുകളോ പ്രവൃത്തികളോ എന്നെ വേദനിപ്പിക്കില്ല. അതോർത്ത് അഴകത്തമ്മ വിഷമിക്കണ്ട. ലീലാമ്മ വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. വരൂ. അമ്മേ, ഒരു കാരണവശാലും ഈ സ്ത്രീയെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, സുമംഗലയാ. അമ്മേ, അമ്മയ്ക്ക് ഞങ്ങളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ തന്നെ ഇവരെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടണം. ഇല്ല, ഞാനത് ചെയ്യില്ല. എങ്കിൽ അമ്മയെ കൊണ്ട് ഞാനത് ചെയ്യിച്ചോളാം. അയ്യോ, അനന്തു, അയ്യോ അനന്തേട്ടാ, അയ്യോ അനന്തു, അനന്തു, വേണ്ട അനന്തു, മോനെ, മോനെ, അനന്തു വേണ്ട, മോനെ, അനന്തു, അനന്തു. എന്താ ഇത്? ഞങ്ങള് ഈ നിൽക്കുന്ന അമ്മയുടെ മക്കളാ, അഴകത്തമ്മയുടെ മക്കളാ. ഈ നിൽക്കുന്ന സ്ത്രീ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവരിപ്പോ ഈ നിമിഷം അഴകത്ത് ഇറങ്ങണം. അമ്മ തന്നെ ഇവരെ ഇറക്കി വിടണം. ഇവർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ കഴിയില്ലെന്ന് അമ്മ ഇനി വാശി പിടിച്ച അമ്മയ്ക്ക് അമ്മയുടെ ഈ അനന്തുവിനെ നഷ്ടപ്പെടും. അനന്തു, അയ്യോ മോനെ, അനന്തു, അനന്തു, വേണ്ട, ഹരിത് മോനെ, ഹരിത്, അനന്തു, അനന്തു, മോനെ, മോനെ, മക്കളെ. എന്റെ അമ്മ മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാവൂ. നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത്. അമ്മ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? അമ്മേ, ഇവരിവിടുന്ന് പറഞ്ഞു വിട. അതോ ഇവൻ ചെയ്ത പോലെ ഞാൻ ചെയ്യണോ? ഞാൻ അവസാനമായിട്ട് അമ്മയോട് ചോദിക്കുക, അമ്മയുടെ തീരുമാനം എന്താ? പറയാമേ. ശരി, ഞാൻ കത്തിക്കാൻ പോവാ. ഇറങ്ങ, അഴകത്തുനിന്ന് ഇറങ്ങി പോവാൻ.
പറഞ്ഞത് കേട്ടില്ലേ? സുമംഗലാമ്മേ, എനിക്ക് തന്ന വാക്ക്. എന്നോടൊന്നും ചോദിക്കരുത്. ചെയ്യുന്നത് നീതിക്ക് ന്യായത്തിന് നിരക്കാത്തതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് എന്റെ മകന്റെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. വാ ഇങ്ങോട്ട്. വേണ്ട സുമംഗലാമ്മ, നടക്ക്. വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. സുമംഗലാമ്മേ, പൊയ്ക്കോ. എങ്ങോട്ടാണെന്ന് വെച്ച് പൊയ്ക്കോ. നിന്നെ വേണ്ടാത്ത മകനെ നിനക്കും വേണ്ട. അമ്മയെ സ്നേഹിക്കാനുള്ള മനസ്സില്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് എന്താ ലീലാമേ ഗുണം? അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. എന്നെ ചതിച്ചു അല്ലേ? ഇത്രയും കാലം നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് കഴിഞ്ഞവളാ ഞാൻ. സംശയം പറഞ്ഞപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ സമാധാനിപ്പിച്ചു. അഴകത്തമ്മയുടെ മക്കൾക്ക് അവരുടെ അമ്മ പറയുന്നതാണ് അവസാന വാക്കെന്ന് പറഞ്ഞു. ഇവരാണോ അമ്മ അനുസരിക്കുന്ന മക്കൾ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിങ്ങൾ അമ്മയും മക്കളും കൂടി കരുതിക്കൂട്ടി നടത്തിയ നാടകമായത്. ലീലാമ്മ എന്തൊക്കെ പറയുന്നത്? അനന്ത് ചെയ്തത് എന്താണെന്ന് ലീലാമ്മയും കണ്ടതല്ലേ? വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. പക്ഷെ സുമംഗലാമ്മ ഒരു കാര്യം ഓർത്തു. എന്നോട് ഈ കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് ലീലാമ്മ പകരം ചോദിച്ചിരിക്കും. നിങ്ങളും നിങ്ങളുടെ മക്കളും എന്റെ കാല് പിടിക്കും. പട്ടിയെ പോലെ എന്നെ ഇവിടെ നാട്ടിയിറക്കതിന്റെ പേരിൽ അഴകത്തുകാരി പശ്ചാത്തപിക്കും. ദൈവം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. നിങ്ങൾ കണ്ടോ? അഴകത്തെ സുമംഗലാമ്മ എന്ന പേരിനോട് അങ്ങേറ്റത്തെ ബഹുമാനമായിരുന്നു എനിക്ക്. ഇപ്പൊ ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന പേരും അതാ. ഓർത്തു വെച്ച സുമംഗലാമ്മ, ഈ ദിവസം ഇതുപോലെ ലീലാമ്മയ്ക്ക് ഒരു ദിവസം വരും. മൈഥിലി, മൈഥിലി, മൈഥിലി കണ്ണുറക്ക്. മൈഥിലി കണ്ണുറക്കാൻ. അനന്തു, കവിത, നീ കുറച്ച് വെള്ളം എടുത്തോണ്ടാ ചെല്ലേ പെട്ടെന്ന്. എന്താ കണ്ണുറക്ക്? എന്താ വലിയ എന്താ ഇത്? അറിയില്ല. മൈഥിലി, മൈഥിലി, എന്താ അവൾക്ക് പറ്റിയത്? അമ്മേ, മൈഥിലി, എടുത്തി. നീ എന്റെ മൈഥിലിയെ തൊട്ടു പോകരുത്.
ഇവളാ എല്ലാത്തിനും കാരണം. ഞാനോ? അരവിന്ദേട്ടാ, ഞാൻ എന്ത് ചെയ്തു? നീ ഏട്ടത്തിയെ പിടിച്ച് തള്ളി, അങ്ങനെ ഏട്ടത്തി വീണത്. അയ്യോ അയ്യോ ഇല്ല, ഞാൻ ഏട്ടത്തി ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ മുറിയിലേക്ക് പോവാൻ തുടങ്ങിയപ്പോ ഏട്ടത്തി എന്നെ തടഞ്ഞു എന്നുള്ളത് സത്യമാ. മൈഥിലി നിന്നെ തടഞ്ഞെങ്കിൽ പിന്നെ നീ എങ്ങനെ അമ്മയുടെ റൂമിലെത്തി? എന്താടി മിണ്ടാ നിൽക്കുന്നേ? പറ. ഇനി ഇവിടെ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ വല്യേട്ടാ? സംഭവിച്ചത് എന്താന്നേ ഞാൻ പറഞ്ഞുതരാം. അമ്മയുടെ മുറിയിലേക്ക് പോവാൻ പറ്റില്ല എന്ന് മൈഥിലി ഏട്ടത്തി പറഞ്ഞപ്പോ ഇവളതിനെ എതിർത്തു. ഏട്ടത്തിയെ ഇങ്ങോട്ട് പിടിച്ച് തള്ളിയിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ ഇവളങ്ങ് പോയി. പാവ ഏട്ടത്തി വീണ് ബോധം പോയി. അരവിന്ദേട്ടാ, ഞാൻ ഏട്ടത്തി പിടിച്ച് തള്ളി എന്നുള്ളത് സത്യ. പക്ഷെ മതി. ഇനി നീ കൂടുതൽ ഒന്നും പറയണ്ട. അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കുഞ്ഞിനോ മൈഥിലിക്കോ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ഇവളെ ജീവനോടെ വച്ചേക്കില്ല. എന്ത് കാണാനാ ഇവിടെ ഇരിക്കണേ? ഇറങ്ങി പോങ്ങട്. മൈഥിലി, മൈഥിലി. ഏട്ടാ, ഇനി ഇവിടെ കിടന്നിങ്ങനെ തർക്കിക്കാതെ എത്രയും പെട്ടെന്ന് നേരത്തെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. അരവിന്ദ, ആദ്യം നീ അത് ചെയ്യാ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതെ, നീ ആ വെള്ളം കൊടുക്കല്ലേ? മൈഥിലി, മൈഥിലി, മൈഥിലി. ദേവു, ദേവു, ആഹാ, ഇവിടെ വന്ന് കേടാ. ജോലികളൊക്കെ ഒരുപാട് ബാക്കിയുണ്ട്. ദേവു, നീ എന്തേ ആലോചിച്ച് നിൽക്കണേ? നേരെ ഇത്രയായിട്ടും അമ്മ കാണുന്നില്ലല്ലോ. അതായിരുന്നോ? ചേച്ചി ഇങ്ങ് വന്നോളും. നീ ചെന്ന് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കി. അപ്പോഴേക്കും ഞാൻ പോയി 2-3 ഷർട്ടുകൾ മേടിച്ചിട്ട് വരാം. അമ്മവ, എനിക്കെന്തോ നല്ല പേടി തോന്നുന്നുണ്ട്. അഴകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ? എന്ത് പ്രശ്നം ഉണ്ടാവാനാ? നീ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടല്ലേ മോളെ. സുമംഗലാമ വിളിച്ചിട്ട് തന്നെയല്ലേ ചേച്ചി അങ്ങോട്ട് പോകുന്നത്. അത് ശരിയാ. പക്ഷേ അവിടെയുള്ള ആർക്കും അമ്മ ഇഷ്ടമല്ലെങ്കിലോ? മറ്റുള്ളവരുടെ ഇഷ്ടക്കേടും ഒക്കെ ചേച്ചി നോക്കേണ്ട ആവശ്യമുണ്ടോ? ചേച്ചി അവിടെ പോയി ചേച്ചിയുടെ മോനെയും കൂട്ടി ഇങ്ങോട്ട് പോരും. അമ്മ പോയ കാര്യം നടക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് മാത്രമല്ല, ചിലപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും വലിയൊരു അപകടം സംഭവിക്കും. നീ വെറുതെ ഓരോന്നൊക്കെ വിളിച്ചു പറയല്ലേ. ചേച്ചിക്ക് ഒരു കുഴപ്പവും വരില്ല. ഇല്ല അമ്മവ, അമ്മയ്ക്ക് എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. അതുകൊണ്ടാ എനിക്ക് ഇത്രയും പേടി. ഏതായാലും നീ സമാധാനപ്പെട്. ഞാൻ ഇപ്പൊ തന്നെ പോയി ചേച്ചിനെ അന്വേഷിച്ചിട്ട് വരാം. ദേ, പായസടപ്പത്തിരിപ്പുണ്ട്, നോക്കിയേക്കണം. എന്താ പറ്റി? എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നേ? കാര്യം എന്താണെന്ന് പറ. ചിലപ്പോ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇല്ല, സഹായിക്കേണ്ടവരെന്നെ ചതിച്ചു. ഇനി ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. ലീലാമ്മ ചേച്ചിയല്ലേ? എന്നെ അഴകത്തുനിന്ന് വിട്ടതാ. ചേച്ചി കൂട്ടിക്കൊണ്ടില്ലേ? പേടിക്കണ്ട, അവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി. അതുകൊണ്ടാണ് ചേച്ചിയെ വിളിപ്പിക്കുന്നത്. ചേച്ചി വന്ന് വണ്ടി കയറി. എല്ലാവരും അവിടെ ചേച്ചിയെ കാത്തിരിക്കുക. വാ.
അല്ലമ്മ. ഏട്ടത്തി ഞാൻ തള്ളി മാറ്റി എന്നുള്ളത് സത്യം. പിന്നെ ഞാൻ ഏട്ടത്തി ശ്രദ്ധിച്ചില്ല. നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. ഈശ്വര, ആ കുഞ്ഞിനോ ഏട്ടത്തിക്കോ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഈ ജന്മത്തെനിക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ലമ്മ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. മൈഥിലിക്കോ അവളുടെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. നിന്റെ മേലെ ഈ കുറ്റം കെട്ടിവെക്കാൻ കവിതയാണ് ഉത്സാഹിച്ചത്. അതിൽ തന്നെ എന്തോ ഒരു പന്തികേടുണ്ട്. ഈ കാര്യത്തിൽ കവിതയുടെ ഭാഗത്തു നിന്ന് യാതൊരു തെറ്റും ഉണ്ടാവാൻ ഇടയില്ലമ്മ. ആ സമയത്തൊക്കെ കവിത മുറ്റത്ത് നിൽക്കുകയായിരുന്നു. എന്റെ ശ്രദ്ധയെല്ലാം കൊണ്ട് സംഭവിച്ച തെറ്റ് തന്നെയായത്. യാതൊരു മനസ്സമാധാനവും ഇല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളാ. നീ അഴകത്തേക്ക് തിരിച്ചു വന്ന ശേഷം കാര്യങ്ങൾക്കൊക്കെ ഒരടുക്കം ചിട്ടയും വന്നതാ. പക്ഷെ എല്ലാം വീണ്ടും കൈവിട്ടുപോയി. ഇനിയിപ്പോ ഇതിന്റെ പേരില് എന്തൊക്കെയോ ഉണ്ടാവാൻ പോകുന്നത് എന്റെ ഈശ്വര. അമ്മേ, വേറൊന്നും സംഭവിക്കാനില്ല. ദാ ഇവള് അഴകത്ത് വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അത് തീരുമാനിക്കേണ്ടത് നീയോ നിന്റെ ഏട്ടനോ അല്ല, ഞാനാ. ബാലാമണിക്ക് ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, സമ്മതിക്കുന്നു. അതിലും വലിയ തെറ്റുകൾ ചെയ്തവരൊക്കെ ഈ അഴകത്ത് സുഖമായിട്ട് കഴിയുന്നുണ്ടല്ലോ. ആദ്യം അവരെയൊക്കെ വിചാരണ ചെയ്യ്, ശിക്ഷിക്ക്. അതിനുശേഷം മതി ബാലാമണിയെ ശിക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. മൈഥിലിയുടെ സിറ്റുവേഷൻ ക്രിട്ടിക്കലാണ്. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനിയിപ്പോ ആ കുഞ്ഞെങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് കാരണക്കാരിയെ ഇവളെ അമ്മ അപ്പോഴും ന്യായീകരിക്കോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഏട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങളെ അനുസരിപ്പിക്കാനും ഞങ്ങളെ നേർവഴിക്ക് നടത്താനും ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുണ്ട്. ആ ജോലി ചെയ്യാൻ ഒരു ബാലാമണിയുടെ ആവശ്യം ഇപ്പം അഴകത്തില്ല. മനസ്സിലായോ? ഒരൊറ്റ ചവിട്ട്. അതോടെ അവളുടെയും വയറ്റിലുള്ള കുഞ്ഞിന്റെയും കാര്യം തീരുമാനമാകുമെന്നാ കരുതിയത്. പക്ഷേ ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ഈ സമയത്ത് കവിത ഹോസ്പിറ്റലുണ്ടാവുന്നാവും അനന്ത് വിചാരിക്കുന്നല്ലേ? പിന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ICUവിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? കവിത ഹോസ്പിറ്റലുണ്ടാവുമെന്ന് തന്നെ അനന്ത് കരുതിക്കോട്ടെ. ഏതായാലും എനിക്കൊരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു വലിയ മോഹമല്ലേ കവിതയിൽ നിന്ന് സാധിച്ചു തന്നത്. ഇനി എന്തിനും അടിമയെ പോലെ സോളമൻ കവിതയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതും എൻ്റെ ഒരു പ്രതികാരം തന്നെയാ സോളമ. ബാലാമണിയോടുള്ള പ്രതികാരം. സത്യമായിട്ടും കവിതയുടെ രീതികൾ എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഈ കവിതയെ ആരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അല്പമെങ്കിലുമൊക്കെ എന്നെ മനസ്സിലാക്കിയത് ബാലാമണിയാ. അതുകൊണ്ടാ ഞാൻ അവളെ പേടിക്കുന്നത്. ഇനി ആ പേടിയും വേണ്ടല്ലോ. ബാലാമണി അഴകത്തുനിന്ന് ഇറങ്ങല്ലേ. അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലവും കഷ്ടപ്പെട്ടത്. സീമന്തം ഭർത്താവിന് വേണ്ടി അണിയുന്നതാണെന്നാ വിശ്വാസം. എന്റെ ആ പാവം ഭർത്താവിനെ കൊണ്ട് തന്നെ നല്ലവളായ പരിശുദ്ധയായ ബാലാമണിയെ അഴകത്ത് വീട്ടിൽ നിന്നും ഞാൻ പടിയിറക്കി വിടും.
ആ കാഴ്ച കാണുമ്പോ എനിക്കൊരു പ്രത്യേക രസമായിരിക്കും. അതിനുവേണ്ടി തന്നെയാ കുറച്ച് സമയം ഞാൻ സോളമന് വേണ്ടി മാറ്റിവെച്ചത്. അനന്തുവിനെ മാത്രം സ്നേഹിച്ച് അനന്തുവിന്റെ കുഞ്ഞിനെ പ്രസവിച്ച ബാലാമണി, അനന്തുവിനെ ഇന്ന് വരെ സ്നേഹിച്ചിട്ടേ ഇല്ലാത്ത കവിത. ഇതിലാരാ അനന്തുവിനെ വിട്ട് പോവേണ്ടത്? സംശയം എന്താ, ബാലാമണി തന്നെ. തന്ത്രപരമായി അനന്തുവിനെ കൊണ്ടുതന്നെ ഞാനത് ചെയ്യിക്കും. എങ്കിലേ അതിലൊരു രസമുള്ളൂ.